അപ്പോൾ വേഗം പോയാൽ നമുക്കൊരു നാടൻ ചിക്കൻ കറി വെക്കാം. അതിനുവേണ്ടി നമ്മുടെ പറമ്പിൽ തന്നെയുള്ള പച്ചമുളകിൽ നിന്ന് പോയിട്ട് ആവശ്യത്തിനധികം പച്ചമുളക് പറിച്ചെടുത്തു. എനിക്ക് ബാക്കിയുള്ളത് നമുക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോകാമല്ലോ. അപ്പം അതുപോലെ നോക്കിയെടുത്തു. ഇതധികം എരിവൊന്നുമില്ല കേട്ടോ, പിരിയമുളകാണ്. നമുക്ക് ഇതുപോലെ അരി ബാക്കി കിളിപ്പിച്ചാണ് ഞാൻ മുമ്പ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പച്ചമുളക് കിട്ടിയിട്ടുണ്ട്. നേരെ കൊണ്ട് അമ്മയുടെ കൊടുത്തു. ഇന്ന് അമ്മച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സവോള എല്ലാം എടുത്തിട്ടുണ്ട്. 1-2 വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി, ഇതെല്ലാം നമ്മൾ അരിഞ്ഞാണ് ഇടുന്നത്. ഇഞ്ചി പേസ്റ്റ് ആക്കുന്നില്ല കേട്ടോ. ഇതിനെ സവോളയുടെ കൂടെ തന്നെ അരിഞ്ഞിടുവാണേ. പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ടു. അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ വേറെ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ആവശ്യത്തിനുള്ള എരിവ് കിട്ടും. സവോള അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ച് അരിയുവാണെങ്കിൽ വേഗം വഴണ്ട് കിട്ടും. ഉപ്പിടാൻ മറക്കണ്ട. വലിയൊരു തക്കാളിയും കൂടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇൻഡാലിയത്തിൻ്റെ ചീൻചട്ടിക്കകത്താണ് കറി വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് വേഗം തന്നെ വഴണ്ട് കിട്ടും, പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ. പാനിലൊന്നും അല്ല വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സവോളയും അരിഞ്ഞ ഐറ്റംസ് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇടുന്നത്. അപ്പോൾ ആ സവോള എല്ലാം കൂടെ അതിനകത്ത് കിടന്ന് വേഗം തന്നെ വഴണ്ട് വരും. അപ്പോൾ ആ ഒരു ആവിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണം നമുക്കിനി അതോട്ട് തക്കാളി ഇടാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരും. ഒരുപാട് വഴട്ടണ്ട, അത് സവോള അങ്ങ് ഇല്ലാതായി പോയല്ലേ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ അങ്ങോട്ട് ഇട്ട് നന്നായിട്ടങ്ങ് സ്പ്രെഡ് ചെയ്ത് അധികം വെന്തളിഞ്ഞ് പോകണ്ടൊക്കെ. അപ്പോൾ അതിനകത്തോടെ നമ്മളിതുപോലെ പൊടിയിടുക. ഇനിയാണ് നമ്മൾ പൊടിയിടുന്നത്. അങ്ങനെ നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഇപ്പോഴാണ് നമ്മുടെ വെറൈറ്റി കറി. അങ്ങനെ പൊടിയൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലയും ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇടുക കേട്ടോ. ഇതാണ് എൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ വറക്കുന്നൊന്നുമില്ല, ചിക്കൻ നേരെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇടുവാണ്. ഇത് ഏകദേശം ഒരു കിലോ ചിക്കൻ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇപ്പം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ഒന്നും ചെയ്തില്ല, നേരെ തന്നെ അങ്ങ് ഇട്ടു. ചിക്കനിൽ ആ പൊടിയെല്ലാം ഒന്ന് സ്പ്രെഡായിട്ട് പിടിച്ച് വരുമ്പോൾ നമുക്ക് മൂടി വെച്ചേക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. ഒരു 10 മിനിറ്റൊക്കെ വേവിച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഇത് കുറച്ച് തലമൂത്ത ചിക്കനായിരുന്നു കേട്ടോ. കുറച്ച് സമയമൊക്കെ എടുത്തു. അപ്പോൾ അപ്പത്തിന് വേണ്ടിയുള്ള കറി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗ്രേവി വേണ്ടതുകൊണ്ട് തന്നെ അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുള്ള നമ്മുടെ നാടൻ അമ്മച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഗായ്സ്. വേഗം സ്പീഡിൽ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.